ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കപ്പാസിറ്റി വേരിയൻസ് ആൻഡ് കലണ്ടർ വേരിയൻസ്. വോളിയം വേരിയൻസിൻ്റെ രണ്ട് സബ് ഡിവിഷൻസ് ആണ് കപ്പാസിറ്റി വേരിയൻസ് ആൻഡ് കലണ്ടർ വേരിയൻസ്. നമുക്കാദ്യം കപ്പാസിറ്റി വേരിയൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് വോളിയം വേരിയൻസ് വിച്ച് ഇസ് ഡ്യൂ ടു വർക്കിംഗ് അറ്റ് എ ഹയർ ഓർ ലോവർ കപ്പാസിറ്റി ദാൻ ദ ബഡ്ജറ്റഡ് കപ്പാസിറ്റി. സോ കപ്പാസിറ്റിയിലുണ്ടാകുന്ന വേരിയേഷനാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സോ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റഡ് കപ്പാസിറ്റിയിലോ ഉണ്ടായിരിക്കാം. അതിൽ വരുന്ന വേരിയേഷൻസ് ചിലപ്പോൾ ആ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റിയേക്കാളും കൂടുതലായിരിക്കും കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് യൂണിറ്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ റീസൺസ് ഫോർ ലോ കപ്പാസിറ്റീസ് ആർ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഒന്നെങ്കിൽ പവർ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെഷീൻ കേടായിപ്പോയതായിരിക്കാം, ചിലപ്പോൾ ലേബേഴ്സിൻ്റെ സ്ട്രൈക്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആബ്സെൻറ്റിസം. ഇനി ഹയർ കപ്പാസിറ്റി ചിലപ്പോൾ ലേബേഴ്സിനെ ഓവർ ടൈം ജോലി ചെയ്യിപ്പിക്കുമായിരിക്കും, ചിലപ്പോൾ അവരുടെ ഷിഫ്റ്റിന് മാറ്റം വരുമോ. അങ്ങനെ ഉള്ള സ്റ്റാൻഡേർഡ് കപ്പാസിറ്റിയേക്കാളും കൂടുതൽ കപ്പാസിറ്റി അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി ഓർ ബഡ്ജറ്റഡ് കപ്പാസിറ്റിയിൽ നിന്ന് വരുന്ന വേരിയേഷനാണ് കപ്പാസിറ്റി വേരിയൻസ്. സോ കപ്പാസിറ്റി വേരിയൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. കപ്പാസിറ്റി വേരിയൻസിൻ്റെ ഫോർമുല: കപ്പാസിറ്റി വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റിവൈസ്ഡ് ബഡ്ജറ്റ് യൂണിറ്റ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ്, ഓർ സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റിവൈസ്ഡ് ബഡ്ജറ്റഡ് അവേഴ്സ് മൈനസ് ബഡ്ജറ്റഡ് അവേഴ്സ്. നെക്സ്റ്റ് കാലണ്ടർ വേരിയൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് വോളിയം വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ ദ budgeted period and the number of actual working days in the period to which budget is applicable. സോ ഒരു കമ്പനിക്ക് വരുന്ന ആക്ച്വൽ വർക്കിംഗ് ഡേയ്സും അത് സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഡേയ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ ദ ബഡ്ജറ്റഡ് പീരീഡ്. സോ കലണ്ടർ വേരിയൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. കലണ്ടർ വേരിയൻസ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡ്യൂ ടു മോർ ഓർ ലെസ് വർക്കിംഗ് ഡേ അറ്റ് ദ റേറ്റ് ഓഫ് ബഡ്ജറ്റഡ് കപ്പാസിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് കപ്പാസിറ്റി വേരിയൻസ് ആൻഡ് കലണ്ടർ വേരിയൻസ്. Output budgeted 15,000 units, actual 16,000 units. Number of working days budgeted 25, actual 27. Fixed overhead budgeted 30,000 rupees, actual 30,500 rupees. Variable overhead budgeted 45,000, actual 47,000 rupees. There was an increase in 5% capacity. So നമുക്ക് ആദ്യം കപ്പാസിറ്റി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. കപ്പാസിറ്റി വേരിയൻസിൻ്റെ ഫോർമുല: സ്റ്റാൻഡേർഡ് റേറ്റ് ഈസ് ഈക്വൽ ടു റിവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. സോ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സ്റ്റാൻഡേർഡ് റേറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് ബഡ്ജറ്റഡ് ഓവർ ഹെഡ് 30,000 റുപ്പീസാണ്. ബൈ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 15,000 യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് 2 രൂപ കിട്ടും. സോ ബഡ്ജറ്റഡ് യൂണിറ്റ് ഫോർ 25 ഡേയ്സ് ആണ് 15,000. സോ അത് 27 ഡേയ്സിൽ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് 15,000 യൂണിറ്റ്സ് ബൈ 25 ഡേയ്സ് ഇൻറ്റു 27 ഡേയ്സ്. സോ അത് 16,200 ആണ് 27 ഡേയ്സിലെ ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. സോ നമുക്ക് 27 ഡേയ്സിലെ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ആണ് 16,200. ഇനി അത് റിവൈസ് ചെയ്യുമ്പോൾ, സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെയർ വാസ് ആൻ ഇൻക്രീസ് ഇൻ 5% കപ്പാസിറ്റി. സോ ഈ 16,200-നേക്കാളും 5% അധികം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. 16,200 പ്ലസ് 16,200 ഇൻറ്റു 5%. സോ 17,010. ഇതാണ് റിവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. സോ കപ്പാസിറ്റി വേരിയൻസ് എങ്ങനെ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റിവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. സോ സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്കറിയാം 2 രൂപ, റിവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ്
17,010 rupees, 17,010 units, and budgeted units 16,200 units. So അത് 1,620 rupees, which is a favorable variation. Next one, calendar variance. Calendar variance in the formula: increase or decrease in production due to more or less working days into standard rate per unit. So within 25 days standard production എന്ന് പറഞ്ഞാൽ 15,000 യൂണിറ്റ്സ് ആണ്. സോ അധികം 27 ഡേയ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദർ വാസ് എൻ എക്സ്ട്രാ 2 ഡേയ്സ്. അപ്പം ആ 2 ദിവസത്തെ യൂണിറ്റ്സ് എങ്ങനെ മെഷർ ചെയ്യുന്നത് നോക്കാം. 15,000 by 25 days into 2. So that will give 1,200 units. So calendar variance, നേരത്തെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് റേറ്റ് മെഷർ ചെയ്തായിരുന്നു 2 രൂപ. സോ 1,200 into rupees 2, that will give 2,400 rupees, which is also favorable. So ഇതാണ് capacity variance and calendar variance.